ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന അഷിക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എഗെയിൻ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഫീഡിങ് കുർത്തി സെറ്റ്സ് ആണ്. കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫീഡിങ് കുർത്തി സെറ്റ്സ് കാണിക്കോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഫീഡിങ് കുർത്തീസ് ആയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ സാധാരണ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സസും കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ ഡ്രസ്സ് തന്നെ ഈ കാണുന്നതാണ്. ഇതിൽ ഞാൻ ചില ഡ്രസ്സുകൾ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്, ചില ഡ്രസ്സുകൾ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം കൂടെ കാണിച്ചു തരാം. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. അതാണ് ഇത്ര പെർഫെക്ഷനിൽ തന്നെ കവറിൽ തന്നെ ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ളതാണ്. ഇത് ഫ്ലോറൽ പെയിന്റിംഗ് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. നെക്കിൽ ഇവിടെ ചെറിയൊരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിടുകയും ചെയ്യാം. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സ്ലീവ് വന്നിട്ട് സാധാ നോർമൽ ആയിട്ടുള്ള 3/4 സ്ലീവ് ആണ്. ഇനി ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രിന്റിങ്സിൽ ഈ കാണുന്നത് ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇളകിപ്പോവും. പക്ഷെ ഒരു മെറൂൺ കളറിലുള്ള പെയിന്റിങ് ഇളകിപ്പോവില്ല. അത് സിൽവർ ഷെയ്ഡിലുള്ളത് ഒരു സിൽവർ ഷെയ്ഡിൽ ഒരു ഗ്ലിറ്ററി ടൈപ്പ് ഓഫ് ഒരു പ്രിന്റിംഗ് ആണ്. അത് ഇളകിപ്പോവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിന് നെക്ക് വന്നിട്ട് നെക്കിൽ ഈ ഒരു വൈറ്റ് കളറിലുള്ള ലേസിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഇവിടെ ആയിട്ട് ചെറിയ പ്ലീറ്റ്സുകൾ ഞെറിവുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് കംപ്ലീറ്റ് പ്ലീറ്റ്സ് ആണ്. ഇനി താഴോട്ട് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് സൈഡ് വന്നിട്ട് സെയിം അതേ പ്രിന്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിലും ഇതേപോലത്തെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയാണ്. ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. ഇനി ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ്. ഇനി ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ലാർജ് സൈസ് ആണ്. കറക്റ്റ് നിങ്ങളുടെ സൈസ് തന്നെ, നോർമൽ സൈസ് തന്നെ സെലക്ട് ചെയ്ത് മേടിച്ചാൽ മതി. ഇനി ഇത് ഫീഡിങ് കുർത്തിയാണ്. അപ്പൊ ഇതിന്റെ സൈഡിലായിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഷിബ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഷോൾഡറിന്റെ ഇവിടം മുതൽ ഇവിടം മുതൽ ഈ കാണുന്ന ഇവിടം വരെ, അതായത് നമ്മുടെ പ്ലീറ്റ്സ് വന്നല്ലോ, ഇവിടം വരെ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ? ഇത്രയും ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് ഷിബ്. ഇനി ഒരു സൈഡ്, ഇത് റൈറ്റ് സൈഡിൽ വലത്തെ സൈഡിലാണ് ഒരെണ്ണം കൊടുത്തിട്ടുള്ളത്. ഇനി ഇടത്തെ സൈഡിലും അതേപോലെ തന്നെ ഷിബ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? രണ്ട് സൈഡും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളി ഫീഡിങ് കുർത്തിയാണ്. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഇനി ഇത് അഫോർഡബിൾ റേറ്റിനും കൂടെ കിട്ടുന്നതാണ് കേട്ടോ. അത് സാധാരണ ഡെയിലി യൂസിനും കാഷ്വൽ ആയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോവുകയാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയാണ്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. ഇതിന്റെ ലെങ്ത് വരുന്നത് കാഫ് ലെങ്ത് ആണ് കേട്ടോ. ഫീഡിങ് കുർത്തീസ് ചോദിച്ച ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സ്ട്രൈറ്റ് കുർത്തയാണ്. ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പൊ ഇത് യെല്ലോ ഷെയ്ഡിൽ ഒരു വൈറ്റ് ആൻഡ് സിൽവർ ഗ്ലിറ്ററിങ് ഒക്കെ കൊടുത്തിട്ടുള്ള, ഗ്ലിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി സ്ട്രൈറ്റ് കുർത്തയാണ്. നെക്ക് വന്നിട്ട് റൗണ്ടിൽ ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് നോർമൽ 3/4 സ്ലീവ് ആണ്. ഇത് കംപ്ലീറ്റ് ഈ ഒരു ഗ്ലിറ്ററി ഫ്ലോറൽ പ്രിന്റിങ് വർക്കാണ്. അപ്പൊ ഈ ഒരു ഗ്ലിറ്റ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇളകി പോകും. പക്ഷെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതിന് ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളതാണ്. റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ബാക്ക് സൈഡും ഇതേപോലെ തന്നെയാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ ആണ് നമ്മുടെ രണ്ട് സൈഡിലും, വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഫീഡിങ് കുർത്തിയാണല്ലോ. ഇതിന്റെ ഷിബ് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഇത്രയാണ് കേട്ടോ ഓപ്പൺ ആക്കാൻ പറ്റുന്നത്. ഇനി ഇവിടെയും കൂടെ ഓപ്പൺ ആക്കി ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, രണ്ട് സൈഡും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു കുർത്തി അടിപൊളി കുർത്തിയാണ്. പക്ഷെ ഇതിന്റെ ഒരു വേറൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഗിൽറ്റ് കണ്ടില്ലേ നിങ്ങൾ, ഈ ഒരു സിൽവർ കളറിലുള്ള ആ ഒരു ഗിൽറ്റ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇളകിപ്പോവും. ഇപ്പൊ കാണുന്ന ഈ ഒരു ഭംഗിയും കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ അപ്പൊ കിട്ടില്ല. പക്ഷെ നമ്മൾ ഡെയിലി യൂസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പുറത്തെ യൂസിനാണെന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഗിൽറ്റ് ഒക്കെ പോകും. അപ്പോൾ നമുക്ക് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, എന്തായാലും അടിപൊളി കുർത്തിയാണ്. നല്ലൊരു കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ സൈസ് ഞാൻ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. XXL വരെ സൈസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ കളേഴ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇതാണ് അടുത്തത്. ഇത് എന്താ പറയാ, സൈഡിൽ സിൽക്ക് ഇല്ലാത്ത കുർത്തയാണ് കേട്ടോ. പാന്റ് കൂടാതെ വരുന്നതാണ്, കാഫ് ലെങ്ത്തിൽ വരുന്നതാണ്. പിന്നെ നെക്ക് വന്നിട്ട് എന്താ ഇങ്ങനെ ഒരു കോളേർഡ് ആയിട്ടുള്ള നെക്കാണ്. കട്ടിംഗ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, ഒരു 3 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് ഷോ ബട്ടൺ ആണ്, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതല്ല. ഇനി ഇതിന്റെ സ്ലീവ് ആണ് ഹൈലൈറ്റ്. ഒരു എന്താ പറയാ, 5 സ്ലീവിന്റെ ഒക്കെ മോഡലിലുള്ള അങ്ങനത്തെ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്, 3/4 സ്ലീവ് അല്ല. ഇനി ഇതിന്റെ ഈ ഒരു വൈറ്റ് കളറിലെ പ്രിന്റിങ് വന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് പെയിന്റിംഗ് ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയില്ലെന്നു, പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പെയിന്റിങ് ഇളകി പോകും എന്നുള്ളത്. ഇനി ഇതിന്റെ ഇവിടെ വന്നിട്ട് എന്താ കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇവിടെ ആയിട്ട് ഇതാ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ കെട്ടാനുള്ള ഒരു കയറ് കൊടുത്തിട്ടുണ്ട്. താഴോട്ട് കംപ്ലീറ്റ് ഇതേപോലെ നല്ല ഫ്ലെയർഡ് ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ്, കട്ടിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല അടിപൊളി ഫ്ലെയർഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഇടുങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒന്നുമല്ല, നല്ല അടിപൊളിയാണ്, ക്വാളിറ്റിയാണ് എടുത്തു പറയേണ്ടത്. ഇനി ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് അടിപൊളി റയോൺ മെറ്റീരിയൽ ആണ്. ഇനി ഇതിന്റെ ഇവിടെ ഷിബ് കൊടുത്തിട്ടുണ്ട്. ഈ ഷിബിൽ ഞാൻ കാണിച്ചു തരാം. ഇത് 1 സൈഡ് ഷിബാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഇടത് സൈഡിലാണ് സിബ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇടത്തെ സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട്. ഇനി വലത്തെ സൈഡിൽ കട്ടിങ് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സിബ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലൂടെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ ഷിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഉള്ളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്, പുറം ഭാഗത്ത് വന്നിട്ടില്ല. ഒരൊറ്റ സൈഡിലാണ് നമുക്ക് പുറമേ വന്നിട്ടുള്ളത്, ഈ ഒരു ഇടത്തെ സൈഡിൽ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കുർത്തി വന്നിട്ട്. ഇത് XXL വരെ സൈസസ് അവൈലബിൾ ആണ്. ഇതൊക്കെ അഫോർഡബിൾ പ്രൈസിന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിന്റെ വേറെ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് ഈ കാണുന്നതാണ്. ഇതൊരു അടിപൊളി കുർത്ത പാന്റ് സെറ്റ് ആണ് കേട്ടോ. ദുപ്പട്ട കൂടെ വരുന്ന ഒരു പാന്റ് സെറ്റ് ആണ്. ഇതും ഫീഡിങ് കുർത്തിയാണ്. അപ്പൊ ഞാൻ പല ടൈപ്പ് ഓഫ് ഫീഡിങ് കുർത്തീസ് ആണ്, ഞാൻ സ്ട്രൈറ്റ് കുർത്തയും അതേപോലെ തന്നെ കുർത്തീസും അതേപോലെ കുർത്ത സെറ്റ്സും ഒക്കെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാത്ത ഒരു ഡ്രസ്സാണ് കേട്ടോ. ഓക്കെ, പാൻറ്റും ഷോളൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വൈറ്റും ബ്ലാക്കും പ്രിന്റിങ് വന്നിട്ടുള്ള അടിപൊളി ഫ്ലോറൽ പ്രിന്റിങ്ങിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റ്സ് ആണ്. കണ്ടോ, നല്ല പ്രിന്റിങ്സും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ടിൽ ഈ കട്ടിങ് കൊടുത്തിട്ടുള്ള നെക്കാണ്. സ്ലീവ് വന്നിട്ട് നല്ലൊരു 3/4 സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ 2 സൈഡിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബ്രസ്റ്റിന്റെ ആ ഒരു സൈഡ് 2 സൈഡും ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, 2 സൈഡും ഞാൻ ഇതേപോലെ ഓപ്പൺ ആക്കി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതാണ്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നേരിടിച്ച് കാണുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് സമ്മർ ടൈമിലൊക്കെ യൂസ് ചെയ്യാം. ചൂടെടുക്കുന്ന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കംഫർട്ട് ആയിട്ട് നമുക്ക് ഇട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സസ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇനി സൈഡിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്.
നോർമൽ ആയിട്ടുള്ള ഒരു ഒരു കുർത്ത സെറ്റ്സ് ആണ്. ബാക്ക് സൈഡ് വന്നിട്ട് ഇതാ ഇങ്ങനെയാണ്, കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ്. ഇനി ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ്. XXL വരെ സൈസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് വരെ അവൈലബിൾ ആണ്. നിങ്ങൾ ലിങ്കിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ പാൻറ് വന്നിട്ട് ഇതാ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു വെറൈറ്റി പ്രിന്റിങ്സിൽ വന്നിട്ടുള്ള ഒരു പാൻറ് ആണ്. വൈറ്റും ബ്ലൂവും ഒക്കെ കളർ പ്രിന്റ്സ് വന്നിട്ടുള്ളതാണ്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള പാൻറ് ആണ്. പലാസോ ടൈപ്പ് ഓഫ് പാൻറില്ല, സ്ട്രൈറ്റ് ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു പാൻറ് ആണ്. അതേ സെയിം റയോൺ മെറ്റീരിയലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന്റെ ഷോൾ വന്നിട്ട് അതേ സെയിം പ്രിന്റിങ്സിലാണ് വന്നിട്ടുള്ളത്. ഇതിന് വേറെ കളേഴ്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു റെഡും വൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കുർത്ത സെറ്റ്സും കൂടി ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഷോൾ വന്നിട്ട്. ഷോൾ വന്നിട്ട് റയോൺ അല്ല, ഒരു വേറെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. പക്ഷെ ടോപ്പും പാൻറ്റും റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ്. ഇത് നമുക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. കാരണം ദുപ്പട്ടയും കൂടെ കൂട്ടത്തിൽ വരുന്ന സെറ്റാണ്. അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ കാണുന്നതാണ്. ഇതും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാത്തതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതാ ഈ കാണുന്നതാണ്. ഇതൊരു കുർത്തിയാണ് കേട്ടോ. ഓക്കെ, ഇതും റയോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ള അടിപൊളി കുർത്തിയാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മീഡിയം സൈസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്ക് വന്നിട്ട് ഒരു വെറൈറ്റി കട്ടിങ്സിൽ വന്നിട്ടുള്ളതാണ്. സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു കുഞ്ഞു സ്ലീവ് ആണ്. ഇനി ഇതിന്റെ ഇവിടെ ചെറിയൊരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഒരു പഫി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് സ്ലീവ് ആണ്. ഇത് കംപ്ലീറ്റ് പെയിന്റിങ്സ് ആണ്. വൈറ്റ് കളറിൽ ഫ്ലവറിന്റെ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ ഫ്ലവേഴ്സിന്റെ പെയിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ഇളകി പോകാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഡെയിലി യൂസസിനൊക്കെ പറ്റുന്നതാണ്. ഇതിന്റെ ലെങ്ത് വന്നിട്ട് കാഫ് ലെങ്ത് ആണ് കേട്ടോ. ഇനി ഇതിന്റെ ഫ്രണ്ട് പോർഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തായിട്ട് നല്ല ഞെറിവുകൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി താഴോട്ട് ഇവിടെ ആയിട്ടൊരു കട്ടിങ്ങും പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഡബിൾ കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു കട്ടിങ്, താഴെ ഒരു കട്ടിങ്, ഇങ്ങനെ രണ്ട് കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഫ്ലെയർഡ് ആയിട്ട് നമ്മുടെ ഫ്രോക്ക് മോഡൽ വരുന്ന ടൈപ്പ് ഓഫ് ഒരു കുർത്തിയാണ്. ഇനി ഇതിന്റെ സൈഡിൽ ബാക്ക് സൈഡിൽ കെട്ടാനായിട്ട് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡിൽ കെട്ടാനായിട്ട് രണ്ട് കയറ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനൊന്നും വേണ്ട. ഈ ഒരു കയറ് വെച്ചിട്ട് കെട്ടിയിട്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിന്റെ രണ്ട് സൈഡിലും സിബ് വരുന്നുണ്ട്. ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. രണ്ട് സൈഡിലും സിബ് വരുന്നുണ്ട്. അടിപൊളി ഫീഡിങ് കുർത്തിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഫീഡിങ് കുർത്തീസ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് വേണമെങ്കിലും ഞാനിതാ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇതിന് ചെറിയ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഇളകി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ സെലക്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ കളേഴ്സും വേറെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കമ്മ്യൂണിറ്റി ബോക്സിലൊക്കെ കൊടുക്കാം. ഇതൊരു ഷോർട്ട് കുർത്തിയാണ്. പക്ഷെ ഫീഡിങ് കുർത്തിയല്ല, നോർമൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ. ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റിങ്സ് വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ ഓപ്പൺ ആക്കി നോക്കിയതല്ല കേട്ടോ. ഇപ്പോഴാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇത് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ഷോർട്ട് കുർത്തിയാണ്. അപ്പോൾ ഇതിന്റെ നെക്ക് വന്നിട്ട് ഒരു സ്ക്വയർ ടൈപ്പ് ഓഫ് നെക്കാണ്. അതിൽ വൈറ്റ് കളറിലുള്ള ഒരു ബോർഡർ പോലെ ലൈസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്ലീവ് ആണ് ഇപ്പോൾ കുറച്ച് വൈഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു സ്ലീവ് തന്നെയാണ്. ആ സ്ലീവിന്റെ എൻഡിങ്ങിനും ഇതേപോലത്തെ ആ ഒരു ലേസിന്റെ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ഫ്ലോറൽ പ്രിന്റിംഗ് ആണ്. വൈറ്റ് കളറിലുള്ള ഫ്ലോറൽ, ഒരു മാംഗോ ഷേപ്പിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ചെറിയൊരു സ്ലിറ്റ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. ഒരു 200 rupees ഒക്കെയാണ് ഇതിന് പ്രൈസ് വരുന്നത്. നിങ്ങൾ ഡെയിലി യൂസിനും കാഷ്വൽ യൂസിനൊക്കെ അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. അഫോർഡബിൾ റേറ്റിനും കൂടെ കിട്ടുന്നതാണ് കേട്ടോ.
അപ്പൊ ഇതാണ്. പക്ഷെ ഇതിന്റെ ഈ ഒരു വൈറ്റ് കളർ പ്രിന്റിങ്സ് ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ച് ചെറുതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ചൊരു വലുതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അടിപൊളിയാണ്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിന് വേറെ കളേഴ്സും കാര്യങ്ങളും ഒരുപാടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ. ഞാൻ ഇതുവരെ കാണിച്ച ഫീഡിങ് കുർത്തീസ് എല്ലാം തന്നെ റയോൺ മെറ്റീരിയൽ ആണ്. പക്ഷെ ഈ ഒരെണ്ണം കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് വന്നിട്ട് ഇതൊരു ഷർട്ടാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അടിപൊളി ഒരു റിലാക്സ് ഫിറ്റിൽ വരുന്ന ഷർട്ടാണ്. ഇതിന്റെ സെയിം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് കിടക്കുകയായിരുന്നു. ലാർജ് സൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ മീഡിയം സൈസും കൂടെ വന്നപ്പോൾ ഞാൻ ഓർഡർ ആക്കി നോക്കിയതാണ്. ഇത് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. വേറെ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. അടിപൊളി എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. കംപ്ലീറ്റ് ബട്ടൺസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ടാണ് കേട്ടോ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. ഇവിടെ നമ്മുടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 600 rupees ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും അടിപൊളിയാണ്. ഇത് റിലാക്സ് ഫിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഷർട്ടാണ്. ഇതിന്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലത്തെ ചെറിയൊരു പ്ലീറ്റ്സ് 2 കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. റൗണ്ട് ആയിട്ടുള്ള കട്ടിംഗ് ആണ്. ബാക്ക് സൈഡ് കുറച്ച് ഇറങ്ങിയിട്ടും ഫ്രണ്ട് സൈഡ് കുറച്ച് പൊങ്ങിയിട്ടുമാണ് നിൽക്കുന്നത്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ്. അപ്പൊ അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിട്ട് ഒരു കുർത്തി സെറ്റ് ആണ്. പാന്റ് വരുന്ന ഒരു കുർത്തി സെറ്റ് ആണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, പാന്റും ടോപ്പും വരുന്നതാണ് കേട്ടോ. ഇത് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി കുർത്തി സെറ്റ് ആണ്. നല്ല അടിപൊളി ഒരു വെറൈറ്റി റെഡ്, ഒരു മെറൂണിഷ് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതിൽ വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ നെക്ക് വന്നിട്ട് ചൈനീസ് കോളർ ആയിട്ടുള്ള കോളേർഡ് ആണ് വന്നിട്ടുള്ളത്. ഒരു വി കട്ടിംഗ് ആണ്. ഷോ ബട്ടൺസ് അല്ല കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ഇതൊക്കെ നല്ല കുഞ്ഞ് എംബ്രോയിഡറി വർക്കാണ്. ഇനി ഇതിന്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിനും ഈ ഒരു ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ചെറിയൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ കട്ടിങ് വന്നിട്ടുള്ളതാണ്. എന്നിട്ട് ഇതിന്റെ സൈഡിൽ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ഇവിടെ പോക്കറ്റ് കൊടുത്ത് 2 സൈഡിലും പോക്കറ്റ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇവിടെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലൊക്കെ 2 സൈഡിലും പോക്കറ്റ് ഉണ്ടോ? യെസ്, 2 സൈഡിലും പോക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കുർത്തിയാണ്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ്. XXL വരെ സൈസസ് അവൈലബിൾ ആണ്. 600 rupees ഒക്കെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. വേറെ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ഇത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഞാൻ നോക്കിയ സമയത്ത് ഇന്നലെ വരെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇടയ്ക്കിടയ്ക്ക്. ഇതിന്റെ പാന്റ് വന്നിട്ട് അതേ സെയിം കോട്ടൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു പാന്റ് ആണ്. സോറി, ഇത് നോർമൽ ആയിട്ടുള്ള ഒരു പലാസോ ഫിറ്റിൽ വരുന്ന പാന്റ് ആണ്. പാന്റിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ ഇങ്ങനത്തെ റെഡ് കളറിലുള്ള ഒരു ലേസ് ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ ഹോൾ വീഡിയോ വന്നിട്ട് ഇത്രയാണ്. ഫീഡിങ് കുർത്തീസും നോർമൽ ഡ്രസ്സസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.